ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിലേക്കും. ഫ്ളാറ്റിൽ നിന്നും കണ്ടെത്തിയ ഭൂമി ഇടപാട് രേഖകൾ SIT പരിശോധിക്കുകയാണ്. ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനോട് കേരളത്തിലെത്താൻ SIT നിർദ്ദേശം നൽകി. കേരളത്തിൽ മാത്രമല്ല, ബംഗളൂരുവിലും ഉണ്ണികൃഷ്ണൻ പോറ്റി കോടികളുടെ ഭൂമി ഇടപാടുകൾ നടത്തിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. ബംഗളൂരുവിൽ വാങ്ങിക്കൂട്ടിയ ഭൂമികളും കെട്ടിടങ്ങളും സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലുമാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിന്റെ രേഖകൾ ഇന്നലെ ബംഗളൂരുവിലെ പോറ്റിയുടെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ SIT കണ്ടെത്തി. സുഹൃത്തായ രമേശ് റാവുവിനെ മറയാക്കി ബംഗളൂരുവിൽ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഏർപ്പാടും പോറ്റിക്കുണ്ടായിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനിടെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ പോറ്റിയുമായി എത്തി SIT തെളിവെടുപ്പ് നടത്തി. ഇന്നും SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. ശബരിമലയിലെ വാതിൽപ്പാളികളിലും കട്ടിളയിലും സ്വർണം പൂശിയത് താനാണ്. ദേവസ്വം ബോർഡിന് സ്പോൺസർഷിപ്പിന്റെ രേഖകൾ നൽകിയിരുന്നു. സന്നിധാനത്തെത്തി ബോർഡംഗങ്ങളെയും കണ്ടു. എന്നാൽ ഔദ്യോഗിക രേഖകൾ വന്നപ്പോൾ സ്പോൺസർ പോറ്റിയായി മാറിയെന്നും ഗോവർദ്ധൻ SITക്ക് മൊഴി നൽകി. ഗോവർദ്ധനെ സാക്ഷിയാക്കുന്നതിൽ നിയമോപദേശം തേടാനാണ് SITയുടെ നീക്കം. ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി ഗോവർദ്ധനോട് വീണ്ടും കേരളത്തിലെത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2019 ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ മൊഴിയും ഇതിനിടെ രേഖപ്പെടുത്തി കഴിഞ്ഞു. പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറിയ സമയത്ത് സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ജീവനക്കാർ, മരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നിവരുടെ മൊഴികളാണ് രേഖപ്പെടുത്തിയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.